RSS ഒരു സാധാരണ സംഘടനയല്ല. ദേശസ്നേഹം മനസ്സിലുള്ള ആർക്കും സംഘടനയിൽ അംഗമാകാം. അതിപ്പോൾ മുസ്ലിങ്ങളായാലും. ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന മുസ്ലിങ്ങൾക്ക് RSS ശാഖകളിൽ പങ്കെടുക്കാമെന്ന് RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത്. കാവിക്കൊടിയെ അംഗീകരിക്കുക എന്നതാണ് രണ്ടാമത്തെ നിബന്ധന. ഈ രണ്ട് നിബന്ധനകളും അംഗീകരിക്കുന്ന ആർക്കും, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും RSS ശാഖകളിൽ പങ്കെടുക്കാമെന്നാണ് മോഹൻ ഭാഗവത് വ്യക്തമാക്കിയത്. 4 ദിവസത്തെ വാരണാസി സന്ദർശനത്തിനിടയിൽ മോഹൻ ഭാഗവത് ലജ്പത് നഗർ കോളനിയിലെ RSS ശാഖ സന്ദർശിച്ചിരുന്നു. ഇവിടെ വെച്ച് ഒരു RSS പ്രവർത്തകൻ ഉന്നയിച്ച ചോദ്യത്തിനാണ് മുസ്ലിങ്ങൾക്കും ശാഖയിൽ പങ്കെടുക്കാം എന്ന് ഭാഗവത് പറഞ്ഞത്. എന്നാൽ ശാഖകളിൽ വരുന്നവർക്ക് ഭാരത് മാതാ കി ജയ് വിളിക്കാൻ ശങ്ക ഉണ്ടാകരുത്, അതുപോലെ കാവിക്കൊടിയെ ആദരിക്കണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യത്യസ്തമായ മതാചാരങ്ങൾ ഉണ്ട് എങ്കിലും ഇന്ത്യക്കാരുടെ സംസ്കാരം ഒന്നാണ്. എല്ലാ വിശ്വാസത്തിൽപ്പെട്ടവർക്കും ജാതിയിൽപ്പെട്ടവർക്കും RSS ശാഖകളിലേക്ക് എത്താം. ജാതി വിവേചനം അവസാനിപ്പിച്ച് ശക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയെ മോഹൻ ഭാഗവത് ഈ വാചകങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക് സംഘം അതൊരു രാഷ്ട്രീയ പാർട്ടിയോ മതസംഘടനയോ അല്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് മോഹൻ ഭാഗവത്തിന്റെ വാക്കുകളിൽ കൂടി. അത് ഒരു ചര്യയാണ്, ധർമ്മമാണ്, ഒരു ദേശീയ വികാരമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നോ സനാതന ധർമ്മം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രസേവയാണ് സംഘലക്ഷ്യം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെറിയ ലക്ഷ്യങ്ങൾ മാത്രം നോക്കി പ്രവർത്തിക്കുമ്പോൾ സംഘം ഭാരതത്തിന്റെ ജീവരക്തമായ ഹിന്ദുധർമ്മ സംഘടനത്തിലൂടെ സമൂഹ ഉന്നതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഓരോ സ്വയം സേവകനും സംഘം വിഷയം ജീവിതത്തിന്റെ ഒരു ചര്യയായി കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ എന്ന അഹംഭാവമില്ലാതെ എന്നിലും നിന്നിലും ലോകത്തിലെ സകല ചരാചരങ്ങളിലും നിലകൊള്ളുന്നത് എന്നിലുള്ള അതേ ചൈതന്യമാണ് എന്നും, ആയതിനാൽ നാളെ ഇഹലോകവാസം വെടിയുമ്പോൾ എന്നിലെ ചൈതന്യം ഈ പ്രകൃതിയിൽ അലിഞ്ഞു ചേരേണ്ടതാണ് എന്നും തിരിച്ചറിഞ്ഞ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മത്തിലൂടെ അർത്ഥത്തിലൂടെ മോക്ഷമാർഗം തേടുകയാണ് വേണ്ടത്. അങ്ങനെ കഴിഞ്ഞാൽ അമിതമായ ആഗ്രഹങ്ങളോ വൈരാഗ്യ ബുദ്ധിയോ ഇല്ലാതെ സാമൂഹിക ജീവിയായ ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകാൻ ഭാരതത്തിന് സാധിക്കും. ഭാരതത്തിന്റെ ജീവരക്തമാണ് ഹൈന്ദവ ധർമ്മം. അതിനാൽ നമ്മുടെ മഹർഷിവര്യന്മാർ കാണിച്ചു തന്ന ജീവിതപാത സ്വീകരിച്ച് നാം സ്വയം പര്യാപ്തത നേടണം. RSS ഇല്ലായിരുന്നെങ്കിൽ എന്ത് എന്നത് വെറും സാങ്കല്പികമായ ഒരു ചോദ്യം മാത്രമാണ്. എങ്കിലും RSS ഉണ്ടായതിനും അത്തരമൊരു ആശയം നിലവിൽ വന്നതിനും ശേഷം ഹിന്ദുവിന്റെ രീതികളിൽ അടിമുടി മാറ്റം വന്നിട്ടുണ്ട്. ഇസ്ലാമിക ആക്രമണകാരികളെ ഉൾപ്പെടെ ആരാധിച്ച് സ്വീകരിച്ചു വന്നിരുന്ന ഒരു ജനത ബ്രിട്ടീഷ് ഭരണകാലത്തിന് ശേഷം സ്വയം ശക്തി ആർജിക്കുന്നത് നാം കണ്ടു. RSSന് ഇതിൽ എന്ത് പങ്ക് എന്ന് ചോദിക്കാം. എന്നാൽ മഹാത്മാഗാന്ധിയുടെ മൗനത്തിൽ നിന്ന് പിറന്നു വീണ പാകിസ്ഥാന് നമ്മുടെ സംസ്കാരത്തിൽ നിന്നുള്ള അവസാനത്തെ അടർത്തി മാറ്റലായി കാണാനുള്ള ഭാരതീയരുടെ ആഗ്രഹം RSSന്റെ നേട്ടമാണ്. മഹാത്മാഗാന്ധിയെ പോലെ ഉള്ളവരെ പോലും സംശയിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് സംഘ നിലപാടുകൾ വഴിപിഴയ്ക്കാതിരിക്കാൻ ഇക്കാലത്ത് സംഘം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഹിന്ദു മഹാസഭ പോലുള്ള നിലപാടുകൾ ഉടലെടുത്തത്. എന്നാൽ അതിന് പഴികേട്ടത് സംഘമാണ്. സംഘപ്രവർത്തകർ ചേർന്ന് സേവാഭാരതി രൂപീകരിച്ചത് പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകാണ്. ഇന്ന് രാജ്യത്ത് 1.25 ലക്ഷത്തിലധികം സേവാ പദ്ധതികളാണ് സർക്കാർ സഹായങ്ങളൊന്നുമില്ലാതെ സേവാഭാരതി നടത്തുന്നത്. വനവാസി കല്യാണാശ്രമം എന്ന സംഘടനയിലൂടെ ഗിരിവർഗ ജനങ്ങൾക്ക് സംഘപ്രവർത്തകർ സേവനം നൽകുന്നു. 70,000 ഏകാധ്യാപക സ്കൂളുകളാണ് വനവാസി കല്യാണാശ്രമം രാജ്യത്തിലെ ഉൾവനങ്ങളിലെ ഗിരിവർഗ ജനവിഭാഗങ്ങളിലെ കുട്ടികൾക്കായി നടത്തുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ വലിയ മാറ്റങ്ങൾക്കായി സംഘപ്രവർത്തകർ വിദ്യാഭാരതി ആരംഭിച്ചു. ഇന്ന് 25,000-ഓളം സ്കൂളുകളാണ് വിദ്യാഭാരതി നടത്തുന്നത്. 30 ലക്ഷത്തോളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ ഗുണാത്മക വിദ്യാഭ്യാസം രാജ്യത്തെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് നൽകാനായി വിദ്യാഭാരതി സ്കൂളുകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഒരിക്കലും സമൂഹത്തിന് ബാധ്യതയായി മാറാതെ രാജ്യവികസനത്തിനായി പ്രവർത്തിക്കുന്നു. വനിതകൾ, യുവാക്കൾ, തൊഴിലാളികൾ അങ്ങനെ എല്ലാ മേഖലയിലും RSS വളരെ വലിയ പങ്ക് വഹിക്കുന്നു. രാജ്യത്ത് 50,000 തൊഴിലാളി യൂണിയനുകളുണ്ട്. ഏറ്റവും വലിയ തൊഴിലാളി സംഘടന സംഘത്തിൻ്റെതാണ്. തൊഴിലാളികൾ സംഘടിക്കൂ എന്ന് കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനകൾ അടക്കം പറയുമ്പോൾ തൊഴിലാളികൾ ലോകത്തെ ഒന്നാക്കുന്നു എന്നാണ് RSSന്റെ തൊഴിലാളി സംഘടന മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. വലിയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടാണ് എല്ലാ മേഖലകളിലും സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന കാവിക്കൊടിയെ അംഗീകരിക്കുന്ന ആർക്കും RSS ശാഖയിൽ പങ്കെടുക്കാമെന്ന് മോഹൻ ഭാഗവത് ഉറച്ച ശബ്ദത്തിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.